ലഹരിക്കെതിരായ പോരാട്ടം സംഘടനാ നയമായി മാറ്റി പ്രവർത്തിക്കുമെന്ന് സമസ്തയുടെ വിദ്യാർത്ഥി സംഘടന SKSSF. ലഹരിക്കെതിരായ ജനകീയ പ്രചാരണം താമരശ്ശേരിയിൽ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ M. സുഗുണൻ ഉദ്ഘാടനം ചെയ്തു. പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ അധ്യക്ഷത വഹിച്ചു. പ്രാദേശിക തലത്തിൽ വിദ്യാർത്ഥി സ്ക്വാഡുകൾ രൂപീകരിച്ച് പ്രവർത്തനം വിപുലപ്പെടുത്തുമെന്ന് SKSSF ജനറൽ സെക്രട്ടറി OP അഷ്റഫ് മീഡിയ വണിനോട് പറഞ്ഞു. ലഹരിക്കെതിരായ പോരാട്ടം ജനകീയ ക്യാമ്പയിനായി മൊത്തത്തിൽ കേരളത്തിലുടനീളം മാറിക്കൊണ്ടിരിക്കുകയാണ്. സമസ്തയുടെ വിദ്യാർത്ഥി സംഘടന SKSFും വലിയൊരു ദീർഘകാല ക്യാമ്പയിനിലേക്ക് ഇറങ്ങിയിരിക്കുന്നതിൻ്റെ സംസ്ഥാന ഉദ്ഘാടനം ഇന്ന് താമരശ്ശേരിയിൽ നടന്നിരിക്കുകയാണ്. സംസ്ഥാന ജനറൽ സെക്രട്ടറി OP അഷ്റഫ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എല്ലാ വിഭാഗ ജനങ്ങളും ഇത് ഏറ്റെടുത്തിട്ടുണ്ട്. SKSF ഏതൊക്കെ അർത്ഥത്തിൽ ഏതൊക്കെ തലത്തിലാണ് ഈ പരിപാടികൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്? SKSF ഇതൊരു ക്യാമ്പയിൻ എന്നതിനപ്പുറത്ത് ഇതൊരു സംഘടനയുടെ പോളിസിയായിട്ട് സ്വീകരിച്ച് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് ഇന്ന് ഇവിടെ നടന്നിട്ടുള്ളത്. ഇവിടുത്തെ ബഹുജനങ്ങൾ, വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, അതുപോലെ തന്നെ വ്യാപാരി വ്യവസായികൾ, അതുപോലെ തന്നെ ഡ്രൈവേഴ്സ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സദസ്സിൽ പങ്കാളികളായിട്ടുണ്ട്. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് താഴെത്തട്ടിൽ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ, തൊലിപ്പുറത്തുള്ള ചികിത്സക്ക് അപ്പുറത്തേക്ക് ഇതിന് കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്താൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്. വിദ്യാർത്ഥി കേഡറ്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. മാത്രമല്ല ജനകീയ ജാഗ്രതാ സമിതികൾ ഉൾപ്പെടെ സംഘടനയുടെ നേതൃത്വത്തിൽ തന്നെ ജനപ്രതിനിധികളെയും സാംസ്കാരിക സന്നദ്ധ സംഘടനകളെയും മഹല്ല് മദ്രസ ഭാരവാഹികളെയൊക്കെ ചേർത്ത് നിർത്തി വിദ്യാർത്ഥികളുടെയൊക്കെ പിന്തുണയോടുകൂടെ ജനകീയ ജാഗ്രതാ സമിതികൾ രൂപീകരിക്കും. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നിർവഹിക്കും. അതുപോലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട മുഖ്യമന്ത്രി, അതുപോലെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകളെ നേരിൽ കണ്ടുകൊണ്ട് സംഘടന ഇതിൻ്റെ സൊല്യൂഷൻ, ഒരു പ്രതിവിധി എന്ന നിലക്ക് ചില കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടി, അഭിപ്രായപ്പെടാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അവർക്ക് നിവേദനം സമർപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള വിവിധ പരിപാടികളാണ് ഞങ്ങൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. ഇതൊരു ജനകീയമായിട്ടുള്ള വിഷയമായിട്ട് ഏറ്റെടുത്ത് ജനകീയമായ പ്രതിരോധം തീർക്കൽ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പോലീസിൻ്റെയും എക്സൈസിൻ്റെയും ഒക്കെ കൂടെ നാട്ടിലെ മുഴുവൻ ആളുകളും, യുവാക്കളും, നാട്ടിലെ വിവിധ സന്നദ്ധ സംഘടനകൾ, അതുപോലെ തന്നെ ആധ്യാത്മിക പ്രസ്ഥാനങ്ങളുടെ നേതൃത്വം, മതസംഘടനകളുടെ നേതാക്കൾ, മഹല്ല്, അമ്പലം, അതുപോലെ തന്നെ ചർച്ചുകളുടെയൊക്കെ മേധാവികൾ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള ഒരു പോരാട്ടം ഈ വിപത്തിനെതിരെ, ഈ വൈകൃതത്തിനെതിരെ നടക്കേണ്ടതുണ്ട് എന്നതാണ് സത്യം. എന്തായാലും വളരെ സമഗ്രമായ ഒരു സംഘടനയുടെ പോളിസിയെ മാറ്റിക്കൊണ്ട് തന്നെ ഒരു ദീർഘകാല പ്രവർത്തനങ്ങളിലേക്ക് SKSF ഇറങ്ങുകയാണ്. എന്തായാലും ലഹരിക്കെതിരായ പോരാട്ടത്തിൽ ഓരോ വിഭാഗം ആൾക്കാരും കണ്ണിച്ചേരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെയും കാണാനുള്ളത്. നിതിൻ ഗോപിക്കൊപ്പം മുഹമ്മദ് അസ്ലം തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത്.